പ്രവാസി ഭാരതി 810 AM. സ്മൃതി സുഗന്ധം. ഇന്നലെകൾക്കൊരു സർക്കസ് സ്മരണിക. കേൾക്കാൻ കൊതിക്കുന്നതും കേട്ടാൽ മറക്കാത്തതുമായ ശബ്ദധാരാ പഥങ്ങളിലൂടെ ഒരു ശ്രാവ്യ പ്രയാണം. ഇന്നത്തെ സ്മൃതി സുഗന്ധത്തിൽ മൊണ്ടാഷ് മീഡിയ ക്ലബ് ദോഹ ഖത്തർ അവതരിപ്പിക്കുന്ന നാടകം ഉദയ് പി സാം കോൺട്രാക്ടിംഗ് കമ്പനി. മൊണ്ടാഷ് മീഡിയ ക്ലബ് ദോഹ ഖത്തർ അവതരിപ്പിക്കുന്നു ഉദയ് പി സാം കോൺട്രാക്ടിംഗ് കമ്പനി. നാടകരചന സംവിധാനം എഞ്ചിനീയർ ജോജി. സംവിധാന സഹായികൾ കമീസ് മുഹമ്മദ്. ശബ്ദലേഖനം ശബ്ദമിശ്രണം എഞ്ചിനീയർ ജോജി. ഉദയ് പി സാം കോൺട്രാക്ടിംഗ് കമ്പനി. കഥാപാത്രങ്ങളും ശബ്ദം നൽകുന്നവരും: എബി എഞ്ചിനീയർ ജോജി, ഹാരിസ് കമീസ് മുറാദ് കൊടുങ്ങല്ലൂർ, മുഹമ്മദ് അലി മുഹമ്മദ് അബ്ദുൾ റസാഖ് തലശ്ശേരി, സണ്ണി സജീവ് കാട്ടാക്കട, ഉമ്മർകുട്ടി രാജീവ് നെടുമങ്ങാട്, ബഷീർ കൃഷ്ണൻ കാട്ടാക്കട, രാമമൂർത്തി ഇലിയാസ് മുഹമ്മദ് തമിഴ്നാട്, സന്തോഷ് രാജീവ് എവി, സുനിൽ സജീവ് കാട്ടാക്കട. പഞ്ചാബികൾ: കമീസ് കൃഷ്ണൻ, ഹണി മഞ്ജു, റോസ്ലിൻ റേച്ചൽ അനാക്കാൻ, ഓഫീസ് സെക്രട്ടറി ജൂഡിലിൻ റൊമോറോ, ആമി ബേബി ആത്മിക, മൂത്തമകൻ മാസ്റ്റർ കെവിൻ, ഇളയമകൻ മാസ്റ്റർ ഇവാൻ. ഉദയ് പി സാം കോൺട്രാക്ടിംഗ് കമ്പനി. എന്റെ അനിയ, നിന്നെ എനിക്ക് അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? ഇപ്പോഴാണ് നിനക്ക് പൂർണ്ണമായിട്ട് എന്നെ മനസ്സിലായത്. ഞാൻ എന്ത് ഉത്തരം മനസ്സിൽ വിചാരിച്ചോ ആ ഉത്തരമാണ് നീ ഇപ്പം എനിക്ക് തന്നത്. കൊള്ളാടാ, നീ അവസാനമെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ. വാ ഹാരിസേ, ഈ സ്വപ്നലോകത്ത് നമുക്ക് എത്രയും വേഗം ഓടി രക്ഷപ്പെടാം. ബിക്കോസ് എവറിത്തിങ് ഈസ് അക്കംപ്ലിഷ്ഡ്. കമോൺ, നമുക്ക് പോകാം. ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവനോട് ഇപ്രകാരം പറഞ്ഞു: നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്നും അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്നും മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തു നിന്നും നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചെരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. മനുഷ്യൻ തന്റെ പ്രയത്നം കൊണ്ട് സ്വന്തം നെറ്റിയിലെ വീർപ്പ് കൊണ്ടും ഭക്ഷിക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ മറ്റുള്ളവന്റെ വീർപ്പ് കൊണ്ട് ഭക്ഷിക്കുവാനും സുഖിക്കുവാനും ജീവിക്കുവാനും നോക്കിയാലോ? തട്ടിപ്പിന് ഇരയായ 4 മലയാളി യുവാക്കൾ സൗദി അറേബ്യയിൽ 7 മാസമായി ദുരിത ജീവിതത്തിൽ. സൗദിയിൽ ട്രാവൽ ഏജൻസിയുടെ തട്ടിപ്പിനിരയായ 6 മലയാളികൾ ഉൾപ്പെട്ട സംഘം സോഷ്യൽ മീഡിയകൾ വഴി പരസ്യം നൽകി ഉയർന്ന വേതനത്തിൽ ജോലി വാഗ്ദാനം ചെയ്താണ് മുട്ടുകയാണ്. ഖത്തറിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ കിട്ടിയ മലയാളിക്ക് പരാതിയുമായി ജോലിയും പണവും നഷ്ടപ്പെട്ട 6 മലയാളികൾ ഉൾപ്പെടെ 160 പേരാണ്. ഈ നാടകത്തിൽ പറഞ്ഞിട്ടുള്ള കഥയ്ക്കോ കഥാപാത്രങ്ങൾക്കോ കഥാസന്ദർഭങ്ങൾക്കോ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെ നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അത്തരം കഥാപാത്രങ്ങളെയോ കഥാസന്ദർഭങ്ങളെയോ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുള്ളതുകൊണ്ടാവാം. എന്നാൽ അത്തരം കണ്ടുമുട്ടലുകൾക്ക് കഥാകൃത്ത് എന്ന നിലയിൽ ഞാൻ ഒരിക്കലും ഉത്തരവാദിയല്ല. ഒരു മലയാളി ആയതിനാൽ തലയുയർത്തുകയും അതേസമയം തന്നെ തല താഴ്ത്തുകയും ചെയ്യേണ്ടി വരുന്ന നിങ്ങളിൽ
ഒരാളാണ് ഞാനും. കൊടും മഞ്ഞിലും കൊടും ചൂടിലും സ്വന്തം കുടുംബത്തിനായി അഹോരാത്രം പണിയെടുക്കാൻ വിധിക്കപ്പെട്ട സുഹൃത്തെ, മാന്യമിത്രമേ, എന്റെ സഹോദര, നിനക്ക് വേണ്ടിയാണ്, നിന്റെ വിയർപ്പിന് വേണ്ടിയാണ് ഞാൻ ഈ കഥ എഴുതിയത്. സദയം സ്വീകരിച്ച് അനുഗ്രഹിച്ചാലും. നീ വന്നോ? സ്വപ്നം കാണുകയാണോ? ദ്രോഹി, നീ എന്റെ സ്വപ്നം തകർത്ത് കളഞ്ഞല്ലേ. ഞാൻ എന്റെ ഫാമിലിയൊക്കെ ആയിട്ട് ചേർന്നൊരു ടൂർ പോവുകയായിരുന്നു. എന്റെ പുതിയ കറുത്ത ബെൻസ് കാറിൽ. എന്തൊരു സ്പീഡപ്പാ. അയ്യോ, അപ്പൊ ഞാനുമില്ല ടൂറിന്. അച്ഛനല്ല പറഞ്ഞത് എന്നെയും കൂടി ടൂറിന് പോകാമെന്ന്. അപ്പോൾ അച്ഛൻ അതെ, എന്റെ കമ്പനിയുടെ പേര് ദാക്ഷായണി ബിസ്ക്കറ്റ് എന്നല്ല, ഇതുണ്ടല്ലോ ഉദയ് പിസാം കോൺട്രാക്ടിങ് കമ്പനി. അതെന്താടി കമ്പനിയുടെ പേര് പറയുമ്പോ നിനക്കൊരു പുച്ഛം? അതല്ല അച്ചായ, എല്ലാ കമ്പനി മുതലാളിമാരും അങ്ങനെയാ. കംപ്ലീറ്റ് ഉഡായി പിസാമ. എന്റെ പൊന്ന് ഹാരിസ്, എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ വാക്ക് ഈ ഓഫീസിൽ മിണ്ടിപ്പോലും. അവസാനമായിട്ട് ഞാൻ പറയാ, നീ ഇനി മേലാൽ ആ വാക്ക് ഈ ഓഫീസിൽ മിണ്ടിപ്പോലും. പിന്നെ ടൂർ തീർച്ചയായും നമുക്ക് പോകാന്നേ. ടൂറ് നീ കണ്ടിട്ടില്ലേ, ദാസനും വിജയനും പോയ പോലെ. ആ ടൂർ പോയാൽ മതി, കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ മഹാപാപി, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല നീ ഓഫീസിലിരുന്ന്. പിന്നെ കാര്യസേ പറ, നീ ലേബേഴ്സിന്റെ അടുത്ത് പോയില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ചേട്ടൻ എത്ര പേരെയാ നേപ്പാളിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്? ഞാൻ 10 പേരെ ഇറക്കി. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇത്? നമ്മുടെ വിഷയത്തിന് ഇറക്കിയാടാ. മിടുക്കന്മാരായ 7 പേർ ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു. ഉവ്വ മിടുക്കന്മാർ. എത്രയും വേഗം അവരെ ക്യാൻസൽ ചെയ്ത് കയറ്റി വിട്ടോ, അതാ നിങ്ങൾക്ക് നല്ലത്. ഞാൻ അവരുടെ ക്യാമ്പിൽ നിന്നാണ് വരുന്നത്. ചേട്ടൻ മരപ്പണിക്ക് എടുത്ത വുഡ് കട്ടേഴ്സ് നേപ്പാളികളുണ്ടല്ലോ, അവർ വുഡ് കട്ടേഴ്സ് അല്ല ചേട്ടാ, അവര് ഹെയർ കട്ടേഴ്സ് ആണ്. ഞാൻ ചെല്ലുമ്പോൾ അതിലൊരാൾ മറ്റേ ആളിന്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? നീ ശരിക്കും കണ്ടോ ഒരു മുടി വെട്ടുന്നത്? സ്കഫോൾഡർമാർ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന 2 പേരുണ്ടല്ലോ, നമ്മൾ കൊടുത്ത പ്ലംബ് അതിന്റെ തൂക്കുകട്ട എടുത്ത് കളഞ്ഞ് ആ നൂലെടുത്ത് അയകെട്ടി അതിൽ തുണി വിരിച്ചിട്ടിരിക്കുന്നു. പ്ലംബ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ കട്ടിലിന്റെ അടിയിൽ നിന്ന് എടുത്ത് തന്നിരിക്കുന്നു. എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? ദൈവത്തെ വിളിക്കാൻ വരട്ടെ. നമ്മുടെ മേസൻ ജോലിക്ക് വന്ന മുകേഷ് കുമാർ യാദവ് ഉണ്ടല്ലോ, എന്റെ അച്ചായ, നമ്മൾ വാങ്ങിക്കൊടുത്ത കരണ്ടിയില്ലേ, അവൻ അത് ഉപയോഗിച്ച് ചപ്പാത്തി മറിച്ചിട്ട് നല്ല കുക്കിംഗ് നടത്തുകയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? എടാ ശരിക്കും സത്യമാണ് നീ പറയുന്നത്? എന്തെല്ലാം തട്ടിപ്പും തരികടകളാ. ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ? അതെ, നമുക്ക് സപ്ലൈ കമ്പനിയിൽ നിന്നും ആളിനെ കൂട്ടാം. ശനിയാഴ്ചയുള്ള ട്രേഡ് ടെസ്റ്റിന് അവരുടെ കൂട്ടത്തിൽ ഇവരെയും വിടാം ഹെൽപ്പറായിട്ട്, അല്ലേ? പക്ഷേ പണിയായതും പോലും തിരിച്ചറിയാത്ത ബഹുമാനിക്കാത്ത ഇമാരെ എങ്ങനെയാണ് നമ്മൾ റിപ്പേഴ്സ് ആയിട്ട് വിടുക? ഇതൊക്കെ അറിഞ്ഞിട്ട് നീ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു? റേഡിയോയിൽ പാട്ടും കേട്ട് ചിലപ്പോൾ താഴെ ഇരുന്ന് കാണും. അച്ചായ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോഴേ അതിലൊരുത്തൻ നമ്മൾ കൊടുത്ത നീല കവറുകളില്ലേ, അതുകൊണ്ടൊന്ന് എന്നോട് ചോദിക്കുക. നീ ചിരിക്കാതെ കാര്യം പറയണേ. ഈ നീല ഉടുപ്പിന്റെ പാന്റും ഷർട്ടും തമ്മിൽ എന്തിനാണ് കൂട്ടി തയ്ച്ചിരിക്കുന്നതെന്ന്. അത് മുറിച്ച് കളഞ്ഞോട്ടേന്ന്. കാരണം ഇതിൽ കൈയിടുമ്പോൾ കാലിടാൻ പറ്റുന്നില്ല, കാലിടുമ്പോൾ കൈയിടാനും പറ്റുന്നില്ല. ആ മൊത്തം ആളുകളെയും ആ കവറോൾ ഇടാൻ പഠിപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത്. എന്റെ ജീവിതം ഒരു നിമിഷം ഞാൻ വെറുത്തുപോയി. ഒരു തരത്തിൽ ആ മരവിപ്പ് മാറാതെ വണ്ടി ഓടിച്ചോടെ എത്തിയപ്പോൾ ചേട്ടൻ ടൂറിന് പോയിരിക്കുകയാണല്ലേ. അത് പിന്നെ ഇനി എന്താണ് ചെയ്യാ? നമുക്ക് വെളിയിൽ നിന്നും, അതായത് സപ്ലൈയിൽ നിന്നും ആളെ കൂട്ടാം. തുടങ്ങിയില്ലെങ്കിൽ കോൺട്രാക്ട് ക്യാൻസൽ. അതിന് എവിടെ ഇരിക്കുന്ന ഈ ആളുകൾ? നമ്മളെ വിളിക്കുന്നവരും കാണുന്നവരും ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ 2 ആഴ്ച കഴിഞ്ഞു. ഈ വരുന്ന ശനിയാഴ്ചക്ക് മുമ്പ് ജോലിക്കാരുടെ ലിസ്റ്റ് അയച്ചിട്ടേ അവരുടെ ഇൻഡക്ഷൻ എടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ സൈറ്റ് കയ്യിൽ നിന്ന് പോകും. ഒക്കെ ശരിയാവും അച്ചായ. ഇതെന്താ അച്ചായ, പുതിയ നമ്പറിൽ നിന്നും കോൾ വരുന്നുണ്ടല്ലോ? ചിലപ്പോ എനിക്ക് തോന്നാ മുഹമ്മദ് അലിക്കാവൂടാ, അയാൾക്ക് പൈസ കൊടുക്കാനുണ്ടാവല്ലോ. ഏതായാലും ഞാൻ എടുത്തു നോക്കാം. ഹലോ 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 എബി അല്ലേ? ഞാനാ മുഹമ്മദ് അലി. എടാ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ മുഹമ്മദ് അലിക്കാണെന്ന്. എടാ മുഹമ്മദ് അലിക്ക തന്നെയാടാ. ഹലോ 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 അതെ എബി അല്ലേ? ഇക്ക ഞാനാ മുഹമ്മദ് അലി. നീ എന്താ എന്റെ ഫോൺ എടുക്കാത്തെ? ഇത് ശരിയല്ല കേട്ടാ. എന്റെ ഇക്ക, ഞാൻ മിക്കവാറും തിരക്കിലായിരിക്കും, അതുകൊണ്ടാണ്. മനപ്പൂർവ്വം എടുക്കാത്തതല്ലെന്നേ. ഇക്ക കാര്യം പറ. എടാ നിന്റെ തിരക്ക് ഞാൻ തീർത്തു തരാട്ടാ. നീ അവധി പറഞ്ഞ് കുറെ നാളായല്ലോ. എന്താ എന്റെ ഉദ്ദേശം? തരാനുള്ള കാശ് എപ്പോ തരും? ചുമ്മാ അല്ലല്ലോ ചോദിക്കുന്നേ. നീ പറഞ്ഞപ്പോ എല്ലാ സാധനവും സൈറ്റിൽ ഇറക്കി തന്നില്ലേ? എന്റെ ഇക്കയ്ക്ക് അറിയാമല്ലോ, ഞാൻ മുമ്പ് ഇക്കയുടെ സാധനം മേടിച്ച് നടത്തി ആ പ്രോജക്റ്റ് എല്ലാം പൊട്ടിപ്പോയി. പിടിച്ചു നിൽക്കാൻ വേണ്ടി വേറെ കുറച്ച് പണികൾ കൂടി എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു തിരക്കിലേക്ക. അതെല്ലാം ഒന്ന് തുടങ്ങിക്കൊള്ളട്ടെ. 1 മാസത്തിനകം നോക്കിക്കോ, ഞാൻ ഇക്കയുടെ കാശ് മുഴുവനും തിരിച്ചുതരും.
ഉറപ്പാണ്. എബി, ഇനിയൊരു പ്രാവശ്യം കൂടി ഞാൻ വിളിക്കും. അത് കഴിഞ്ഞാൽ ഞാനൊരു വരവങ്ങ് വരും കേട്ടോ മോനെ. വേണ്ടേക്ക, വരണ്ടേക്ക. സത്യമായിട്ട് ഞാൻ പറയാം, ഒരു മാസത്തിനകം ഞാൻ ഇക്കടെ പൈസ അവിടെ കൊണ്ടുവന്ന് തരും. എന്താടാ എബി, നല്ല എന്തോ തടഞ്ഞ മട്ടുണ്ടല്ലോ. ഇല്ലെങ്കിൽ നീ ഇത്ര ഉറപ്പ് പറയൂലോ. അതേക്ക, നല്ല പേയ്മെന്റ് സമയത്ത് കിട്ടുന്ന 1-2 പ്രോജക്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് തുടങ്ങി വെക്കണേക്ക. പക്ഷെ അതിന് പണിക്കാർ വേണം, പുതിയ മേസന്മാർ വേണം, കാർപ്പൻറ്റർമാര്, കോൺക്രീറ്റ് പണിക്കാർ, സ്കാഫോൾഡർമാര്. ഇക്കയുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് തരാമോ? ഞാൻ നല്ല റേറ്റ് തരേക്ക. ഈ സാധനങ്ങൾ എത്ര വേണമെന്ന് ചോദിച്ചോ, നമ്മൾ ഇറക്കി തരാം. പണിക്കാരെ കൂലിക്ക് കൊടുക്കുന്ന കച്ചവടം നമുക്കില്ല, അത് നമുക്ക് പിടിക്കൂല മോനെ. വല്ലവന്റെ വിയർപ്പ് കൊണ്ട് എനിക്ക് കുടുംബം നോക്കേണ്ട പണിയും ഇഷ്ടമല്ല. അല്ലേക്ക, ഇക്ക കരുതുന്ന പോലെ ഞാൻ സപ്ലൈ കോൺട്രാക്ട് ഒന്നും എടുത്ത് അല്ലേക്ക. ഞാൻ തന്നെ ആൾക്കാരെ വെച്ച് പണിയിപ്പിക്കാൻ വേണ്ടിയാണ്. എന്തെങ്കിലും പണിക്കാറുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് താഴേക്ക. ഞാൻ നല്ല റേറ്റ് തരേക്ക, പ്ലീസ്. ഞാൻ പറഞ്ഞില്ലേ ബി, എനിക്ക് ആ പണി ഇഷ്ടമല്ല. ആ ബഷീർ ഇതുവരെ വന്നാൽ ഞാൻ പറയാം, അവന് ഇതിന്റെ ഏർപ്പാടുണ്ട്. നിന്റെ ഓഫീസിലേക്ക് ഞാൻ ബഷീറിനെ പറഞ്ഞുവിടാം. ഓക്കെ, എന്റെ കാര്യം മറക്കണ്ടേ? ഓ ശരിയേക്ക, ശരി എന്നാ. ഓക്കെ. എടാ ഹാരിസേ, നീ ഓർക്കുന്നുണ്ടോ എയർപോർട്ടിൽ നിന്ന് 100-100 ആൾക്കാരുടെ മുമ്പിൽ ബഷീർക്കാനെ? എന്റെ അച്ചായോ, അവരൊക്കെ വലിയ തിമിംഗലമ്മ, നമ്മളെ വിഴുങ്ങി തടി വയ്ക്കുന്നവര്. അവർക്ക് ഉണ്ണാൻ വേണ്ടി നമ്മൾ പട്ടിണി കിടക്കണോ? അയാൾക്ക് ഒരു ഓഫീസ് പോലും ഇല്ല. ഇവിടുത്തെ പത്രാസ് പോരായിട്ട് നാട്ടിൽ കാട്ടിക്കൂട്ടുന്നത് കാണണം. എടാ ഹാരിസ, നമുക്ക് അതൊന്നും നോക്കണ്ട. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയ്ക്ക് ഒന്ന് തുടങ്ങി വെക്കാൻ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ. അച്ചായനെ പോലുള്ളവരാ ഇവന്മാരെ പോലെയുള്ളവരെ തീറ്റിപ്പോറ്റുന്നത്. എനിക്കിതിൽ ഒരു താല്പര്യവുമില്ല. എടാ, ഇത് പുതിയ നമ്പറാണല്ലോ വീണ്ടും വീണ്ടും വരുന്നത്. ഈ കടക്കാരെ കൊണ്ട് ഞാൻ എടുത്തോളാം അച്ചായ, വെറുതെ എടുക്കാതെ വിടണ്ട. ചിലപ്പോൾ സപ്ലൈക്കാരായിരിക്കും. ഹലോ Hello. ഹലോ, ആരാ? Good morning, sir. ഗുഡ് മോർണിംഗ്. Is it Uday P. Sam Contracting Company? യെസ്. Yeah, good, sir. Can I talk to Mr. Uday? നോ. Not available? Then, can I talk to Mr. Sam, please? നോ 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 നോ. എടാ ആരും ചോദിക്കടാ. അച്ചായോ, ഉദയ് ഉണ്ടോ സാം ഉണ്ടോ എന്ന് സാധാരണ ആളുകൾ ചോദിക്കുന്നത് പോലെ ഒരു പെണ്ണ് ചോദിക്കുന്നു. Hello? എന്താ ചെയ്യാ? നമ്മളിപ്പോ കഴുത്തോളം മുങ്ങി നിൽക്കാം. ഇനി മൂക്കിന്റെ അവിടെ വരെ കൂടെ വെള്ളം പോകുന്നതിനാണ് പ്രശ്നം. Hello? നീയും കൊണ്ടാ ഞാൻ സംസാരിക്കാം. ഹലോ, Hello? ഫ്രം വേർ യു ആർ കോളിംഗ്? ക്യാൻ യു ടെൽ മീ? ആർ യു മലയാളി? No, sir. I'm not a Malayali. ഫ്രം വിച്ച് ഓഫീസ് യു ആർ കോളിംഗ് പ്ലീസ്? But, sir, my boss is a Malayali. He is a good boss. He want to talk to you and meet you in connection with manpower supply. Are you Mr. Uday or Mr. Sam? Please look, madam. This is our company name, and I am the managing director of this company. My name is AB. Yeah. Okay, sir. Sorry, sir. Look, sir, I am calling from XYZA Manpower Company. My boss, he is not here now, but he will come to your office tomorrow to see you. Please come. Okay, sir. Bye, sir. Have a good day. Bye. ആരാണ് ഇത്? ചിലപ്പോ ഇവരുടെ കയ്യിൽ ഒരു മനുഷ്യൻ പോലും കാണത്തില്ല. ഏതായാലും നാളെ വരുമല്ലോ. അച്ചായോ, നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മൾ എത്രയും വേഗം ആൾക്കാരെ കണ്ടെത്തി അവരുടെ അപ്പത്തെ നമുക്ക് ലേബേഴ്സിന്റെ ലിസ്റ്റ് വാങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് ശനിയാഴ്ച സൈറ്റിൽ ട്രേഡ് ടെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് 10% അഡ്വാൻസ് മണി തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് പോയി നീ വാങ്ങിക്കൊണ്ട് വരണം. നിനക്കറിയാലോ ബാങ്കിന്റെ അവസ്ഥ. അത് ഞാൻ നാളെ തന്നെ നോക്കാം. അപ്പോഴും പണിക്കാർ. എന്നാലും അച്ചായനെ ഞാൻ സമ്മതിച്ചു. ഒന്നുമില്ല, പണിക്കാരില്ല, ക്രെയിനില്ല, ബസ്സില്ല, മെറ്റീരിയൽ ഇല്ല, കാശില്ല. ഇത്ര വലിയ പ്രൊജക്ട് എടുത്ത് ചെയ്യണമെങ്കിൽ ധൈര്യം അപാരം തന്നെ. എന്റെ ഹാരിസേ, ഇതിനൊന്നും ധൈര്യമല്ല വേണ്ടത്. ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എല്ലാരും വലിയതാന്ന് ഇങ്ങനെയാണ്. നമ്മളും എത്തൂടെ അങ്ങനെ. നീ ധൈര്യമായിട്ടിരിക്കേ. അച്ചായോ, നമുക്ക് മാൻപവർ തരാമെന്ന് പറഞ്ഞ ഒരു കമ്പനിയെ വിളിച്ചു നോക്കിയാലോ? എന്തായി കാര്യങ്ങൾ എന്നറിയാമല്ലോ. ശരിയാണ്. ഹലോ, ഞാൻ ഉദയ് പി സാമിന്ന് എബിയാണ് വിളിക്കുന്നത്. ലേബേഴ്സിന്റെ ലിസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. എന്റെ സുനിൽ സാറേ, നിങ്ങളുടെ കയ്യിലുള്ള ഒരു 10-15 പേരെ തൽക്കാലം ഒന്ന് തരുക. നമ്മളൊന്ന് തുടങ്ങി വെക്കട്ടെ. അതെ, അത് പിന്നെ എല്ലാവരും വർക്കിലാണ്. ഒരിടത്ത് ഡീമൊബൈലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു 2 ദിവസം കൂടെ ലിസ്റ്റ് ഉടനെ അയക്കാം. ഓക്കെ. എന്റെ സുനിൽ സാർ ഇനിയും. അച്ചായോ, ഞാനത് പറയാൻ മറന്നു. നമ്മൾ പറഞ്ഞ ബംഗാളികളില്ലേ, അല്ലല്ല പഞ്ചാബികളില്ലേ, അവർ വിളിച്ചിരുന്നു. ഞാൻ അവരോട് കോർണിഷിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടം വരെ പോയി അവരെ ഒന്ന് കണ്ടാലോ? ദേ അവർ വിളിക്കുന്നുണ്ട്. ഹലോ സന്തോഷ് ഭായ്, കിധർ ഹൈ? अभी मैं कॉर्निश में जा रहा है. मेरा मुदीर है मेरे पास. अभी 10-15 मिनट के अंदर मैं उधर पहुंच जाएगा. आप उधर ही है ना? അതെ ഹാരിസേ, എടാ അവർ എവിടെ നിൽക്കുന്നാ പറഞ്ഞ്? കാണുന്നില്ലോടാ. നിൽക്കുന്നു. നോക്കിയേ അച്ചായ, ശരിക്കും പഞ്ചാബികൾ. അതെ, സന്തോഷ് ഭായി അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ. അച്ചായോ, ദേ അവന്മാരെ കണ്ടോ? റേറ്റ് ഉറപ്പിക്കാൻ വേണ്ടി കുസ്തി നടത്തേണ്ടി വരുമോ? മുതലാളി, അല്ല അച്ചായോ, ഹിന്ദിയിൽ ഞാൻ തന്നെ തുടങ്ങാം.
എനിക്ക് അവരെ കണ്ടിട്ട് ഒടുക്കത്തെ ഹിന്ദി പറയുന്ന ആളുകളെ പോലെ തന്നെയാ തോന്നുന്നത്. എടാ ഹാരിസേ, നീ ഉണ്ടല്ലോ നല്ല കറക്റ്റ് ഹിന്ദിയിൽ സൂപ്പറായിട്ട് പറഞ്ഞു കൊടുത്തു. നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്ന റേറ്റ് നിനക്കറിയാമല്ലോ. എടാ 10 അല്ലെങ്കിൽ 12 രൂപ. हेलो संतोष भाई, कैसा है? ये देखो, ये मेरा जनरल मैनेजर एबी है. ये आदमी को हिंदी नहीं मालूम, इसलिए मैं എന്നാ പിന്നെ മലയാളത്തിൽ പറയാം, മതിയാ? हाँ मलयाളം ഒക്കെ അറിയോ? ഈടോ, ഞാൻ പട്ടാമ്പിക്കാരൻ സന്തോഷാണ്. നിങ്ങളോട് ഹിന്ദി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വരില്ല, എനിക്കറിയാം. അതാണ് ഫോണിൽ അങ്ങനെ സംസാരിച്ചത്. അപ്പോ നിങ്ങൾ പഞ്ചാബി അല്ലേ? പഞ്ചാബിയോ? ഹാരിസേ, ഞാൻ പഞ്ചാബിൽ പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പക്ഷെ ഈ നിൽക്കുന്ന പണിക്കാർ പഞ്ചാബികളാ. ഞാൻ അവരുടെ ഏജന്റാണ്. എന്റെ കമ്പനിയുടെ പേരിൽ അവർക്ക് വർക്ക് എടുത്തു കൊടുക്കും. നിങ്ങൾക്ക് എത്ര പേര് വേണം? നമുക്ക് പണി നടന്നാൽ മതി, പക്ഷെ അത് നന്നായിട്ട് വേഗത്തിൽ നടക്കണം. എന്നാൽ ഇവരെടുത്തോ. ഇവരാകുമ്പോ ഇപ്പോ ഫ്രീ ആണ്. നിങ്ങളുടെ പ്രോജക്റ്റിനെ പറ്റി ഹാരിസ് പറഞ്ഞിരുന്നു, അതിന് പറ്റിയത് ഇവരാണ്. എന്നാ പിന്നെ പറയും സന്തോഷ് ഭായി, നമുക്കിത് എങ്ങനെയാ മുറിക്കാൻ പറ്റാ? നിങ്ങളുടെ റേറ്റ് എത്രയാ പറയും? ഹെൽപ്പേഴ്സിന് 18ഉം ട്രേഡ് പണിക്കാർക്ക് 20 വെച്ച് കിട്ടണം, എന്നാൽ മുറി. എന്റെ ഭായി, ഈ 18 രൂപ 20 രൂപ എന്ന് പറഞ്ഞതേ നിങ്ങൾ മണിക്കൂറിന് പറഞ്ഞ റേറ്റ് അല്ലേ, അല്ല ദിവസത്തിനുള്ള ഒരു ദിവസത്തേക്കുള്ള റേറ്റ് ഒന്നും അല്ലല്ലോ. എന്റെ ഭായി, ദിവസമല്ല മണിക്കൂറിന്. പിന്നെ രൂപയുമല്ല റിയാൽ. ഇപ്പൊ രൂപയ്ക്ക് ഒരു വിലയും ഇല്ല. രൂപ ഇപ്പൊ ആർക്ക് വേണം? ആ പിന്നെ ഇത് സൈറ്റിൽ തരുന്ന റേറ്റാണ്, കേട്ടല്ലോ. ഞങ്ങൾ അവരെ വന്ന് എടുത്ത എത്ര കുറയും? ഓ, അതിലൊരു കാര്യമില്ല. 1 റിയാൽ കുറച്ചു തരാം. പക്ഷെ നിങ്ങൾ പുലർച്ചെ 4:00 എടുക്കണം, എങ്കിലേ 6:30 നിങ്ങൾക്ക് പണി തുടങ്ങാൻ പറ്റും. जी नमस्कार, हमको महीना पर अच्छा से सैलरी दे दो. हमको महीना पर हमको 11 दे दो. अरे चुप रहो साले मनिंदर सिंह जी, मैं आपको क्या बोला? चुप रहो. मैं इधर ये आदमी को डील करेगा, फिर वापस आपको बोलेगा. अभी चुप करो, चुप चुप. माफ कीजिए संतोष भाई, आप लोग क्या बोलते हैं मुझे समझा नहीं. आप लोग का रेट कम दिए क्या? मुझे सैलरी दे दो, मैं अच्छा से काम करके दिएगा. अरे मनिंदर सिंह जी, चुप चुप रहो, आप चुप रहो. താങ്കൾ ആലോചിച്ചിട്ട് അറിയിക്കൂ. എനിക്ക് 2 ദിവസം കൂടി ഇവരെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഞാൻ ഇവരെ വേറെ സൈറ്റിലേക്ക് പിന്നെ എടുക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾ വിളിക്കാൻ കേട്ടോ. വേഗം വേണം കേട്ടോ, 2 ദിവസം ഓർമ്മയിരിക്കട്ടെ. അരെ ചുപ് രഹോ സാലെ മനിന്ദർ സിംഗ് ജി, मैं आपको क्या बोला साला? चुप रहो, मैं इसको डील करेगा. अभी चुप करो. എടാ ഹാരിസേ, നീ കേട്ടോ? എടാ ഇവനെ പഞ്ചാബികളുടെ കണ്ണട്ടേടാ. നോക്ക് അവനെ കടിച്ചു പിടിച്ചിരിക്കുക. വെറുതെ അവരുടെ വേർപ്പിന്റെ വില ഊറ്റി കുടിക്കുന്നു. നോക്ക് അച്ചായ, BMW-ലാണ് വന്നത്. നോക്കിക്കേ. എടാ നിനക്ക് മനസ്സിലായിരുന്നോ? ആ പഞ്ചാബി ഇടയ്ക്ക് ഒരുത്തൻ ചാടി വന്നിട്ട് എത്രയാ പറയുന്നത്? 11 റിയാല്. മാതൃദേശത്തിന് നന്ദി പറയണം നിന്റെ പൊന്നടാ. 1 മുതൽ 20 വരെ എണ്ണാൻ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തെണ്ടിപ്പോയത്. നീ കണ്ടോ, ഈ പഞ്ചാബികൾ അധ്വാനിച്ച് അവരുടെ വേർപ്പ് അല്ലെങ്കിൽ ചോര നീരാക്കിയിട്ട് പണിയെടുത്തിട്ട് അവന്മാർക്കുണ്ടല്ലോ മണിക്കൂറിന് കിട്ടുക 11 രൂപയാണ്. അവൻ വെറുതെ അവരുടെ ബില്ലടിച്ചു കൊടുത്തിട്ട് 9 രൂപ മേടിക്കുന്നു. അങ്ങനെ 11, 9, 20 രൂപ മണിക്കൂറിന്. എടാ ഇവന്റെ ഇത് കാലെടുത്തിട്ട് നമുക്ക് ഇവന് ഊട്ടണോടാ. എന്തൊരവസ്ഥയപ്പാ. എടാ ഒന്ന് ആലോചിച്ചാണ്ടല്ലോ, ഇപ്പൊ ആരെ കിട്ടിയാലും വേണ്ടിട്ട് നമുക്ക് ആ പണി തുടങ്ങി വെക്കണോടാ. അല്ലെങ്കിൽ ആ പണി നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഹാരിസേ. നമുക്ക് 1-2 മാസത്തേക്കൊന്ന് കണ്ണടയ്ക്കടാ. പിന്നെ നമ്മുടെ നേപ്പാളികളല്ലോ ഈ പഞ്ചാബികൾ. അതുകൊണ്ട് ഇവര് വേഗത്തിൽ പണിത് നമുക്ക് പൈസ ഉണ്ടാക്കി തരുമെന്ന് വിചാരിക്കാം. നീ കാറിൽ കയറി, ഞാൻ ഓടിക്കാം. നീ ഉണ്ടാക്കി. അച്ചായോ, വണ്ടിയിൽ ഞാൻ കയറിക്കോളാം. പക്ഷെ നമ്മുടെ നേപ്പാളികളെ കുറിച്ച് മാത്രം എന്നെ ഓർമ്മിപ്പിക്കരുത്. പുരാണം. എടാ നമുക്ക് തന്നെ പോയി ഇമ്മനെ പോയി എടുത്താലടാ. 18 രൂപയ്ക്ക് ആളെ കിട്ടില്ലേ? പുരാണത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എടാ ഒന്ന് നിർത്തടാ. നിനക്ക് ഈ കാറിൽ കയറി എന്നോട് അല്പം നേരം സംസാരിച്ചിരുന്ന നിനക്കെന്താ കുഴപ്പം? അവൻ കേറി അപ്പൊ തന്നെ റേഡിയോ കേൾക്കണം. നമ്മുടെ ഡ്രൈവർ 6 മണിക്ക് ഡ്യൂട്ടി തുടങ്ങും. അല്ല അച്ചായനും ഗിയർ വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ല ഇവിടെ? എടാ ഞാനോ? എന്നാ പിന്നെ ഒന്ന് നോക്കാം. ഞാനൊരു 3 മണിക്കെങ്കിലും എഴുന്നേക്കണ്ടടാ. അത് വേണ്ടി വരും. അപ്പൊ പിന്നെ എന്റെ പേര് ശനിയാഴ്ച മുതൽ മാരിയപ്പൻ ആക്കേണ്ടി വരുടാ. അതെന്താ അച്ചായ അങ്ങനെ? അതെ, എന്റെ നാട്ടിലേ ആദ്യം രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നതേ കറവക്കാരൻ മാരിയപ്പനാ. എടാ ഹാരിസ് കോൾ വരുന്നുള്ളത്, സ്പീക്കർ ഇട്ടടാ. ഹലോ ഹലോ എബിയെ, ഞാനാ മുഹമ്മദ് അലി. മുഹമ്മദ് അലിക്കാണ്. നീ ഓഫീസിലില്ലേ? നിന്റെ ഓഫീസിന് മുമ്പിൽ ബഷീർക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്, വേഗം ചെല്ല്. ബഷീർക്ക, ഇക്ക പറഞ്ഞതല്ല എനിക്ക് ബോധ്യായി. ഇതിന് നിങ്ങളുടെ റോൾ എന്താണ്? എന്തിനാണ് നിങ്ങൾ ഇത്രയും വലിയ റേറ്റ് ചോദിക്കുന്നത്? എബി ഞാൻ ഒന്നുകൂടെ നിന്നോട് വിശദമാക്കാം. അതായത് അനക്ക് വേണ്ട ഈ ട്രേഡിലുള്ള ആൾക്കാരെല്ലാം ഞാൻ എത്തിച്ചേരാം. മേസനോ, സ്റ്റീവ് വിക്ടറോ, കാർപ്പൻറ്ററോ, ഹെൽപ്പറോ, പിന്നെ അവരെല്ലാരെയും ഞങ്ങളുടെ വിസയിൽ ഇവിടെ കൊണ്ടുവരും. എയർപോർട്ടിൽ നീ എടുത്തുകൊണ്ട് പോയിക്കോണം. പിന്നെ ഈ കൊണ്ടുവരുന്ന ഒരു ഫാറ്റ് നീ തന്നെ നോക്കണം. ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ്, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇവയെല്ലാം മനസ്സിലായല്ലോ. പിന്നെ മാസത്തിൽ 26 ദിവസം. 26 ദിവസത്തിലാണെങ്കിൽ 8 മണിക്കൂർ ഡ്യൂട്ടിയും 2 മണിക്കൂർ ഓവർ ടൈം. ഇവ ചേർത്തുള്ള തുക നീ മുൻകൂറായിട്ട് ചെക്കായിട്ട് എനിക്ക് തരണം. എനിക്ക് എത്ര ആളെ വേണോ ചില നമ്മൾ തരാം.
നമുക്ക് മണിക്കൂറിന് 10 റിയാൽ വെച്ച് കിട്ടണം. എബി എനിക്ക് വേണ്ട എല്ലാ ഒഫീഷ്യൽ പേപ്പറും എഗ്രിമെന്റ് ഒക്കെ റെഡിയാക്കി ഞാൻ എന്ന് വരണമെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. ഈ 10 റിയാൽ എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത്? എബി ഇത് നാട്ടു നടപ്പനുസരിച്ചുള്ള റേറ്റാ മോനെ. നമ്മുടെ മോമാരിക്ക് പറഞ്ഞോണ്ടാ ഞാൻ വന്നത്. നീ പുള്ളിക്ക് കുറച്ച് കാശ് കൊടുക്കാനുണ്ടല്ലേ. നിന്നെ ഒരു കര പറ്റിച്ചാലേ പുള്ളിക്ക് നീ കാശ് കൊടുക്കണമെന്ന് ഇറങ്ങിയിട്ടാ വന്നത്. ഓ, അപ്പൊ അതാണ് കാര്യം. അല്ല, എന്നെ സഹായിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല. പക്ഷെ എനിക്ക് 1 മാസമെങ്കിലും സമയമാണ്. നമുക്ക് ഈ ആഴ്ച ആള് കിട്ടണം. ശനിയാഴ്ച മുതൽ നമുക്ക് അവിടെ പണി തുടങ്ങണ്ട. നീ 1 മാസത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. എന്റെ ഇക്ക ആളെ കിട്ടണ്ടേക്ക. നന്നായിട്ട് ആലോചിച്ചിട്ടൊന്ന് വിളിക്കും. അവൻ നമുക്ക് കാണാം. ഓക്കെ. എന്റെ ഹാരിസ്, ഏതൊക്കെ തരത്തിലാണല്ലേ മനുഷ്യനെ വെക്കുന്ന ഇവിടെ? മൊത്തമായിട്ട് കൊടുക്കുന്നു, ചില്ലറയായിട്ട് കൊടുക്കുന്നു, മണിക്കൂറിന് കൊടുക്കുന്നു. 10 മണിക്കൂർ 10 റിയാൽ വെച്ച് 26 ദിവസം, ഒരാൾക്ക് 2600 റിയാൽ. ആ പാവം പണിക്കാർക്ക് 800 റിയാൽ കിട്ടിയാൽ ഭാഗ്യം. ബാക്കി 1800 റിയാൽ അവന്മാരുടെ പോക്കറ്റിൽ. 100 പേരെ ഒരു മാസം ഇറക്കി കൊടുത്താൽ എത്ര റിയാൽ കിട്ടും? അത് രൂപയാക്കിയാലോ? എന്റെ ദൈവമേ, എനിക്ക് തല കറങ്ങുന്നു. ഈ ലേബർ സപ്ലൈ കമ്പനിയിലേക്ക് വിസയിൽ കയറി വരുന്ന ആൾക്കാർ സമ്മതിക്കണം. എന്റെ ഇഷ്ട ഇങ്ങനെ വിസ എടുത്ത് വരുന്ന ഈ ജോലിക്ക് വരുന്നവർക്കുണ്ടല്ലോ, ചോദിക്കാനും പറയാനൊന്നും ആരും ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? ഈ വിസ ഒരിടത്ത്, എടുത്തോണ്ട് പോകുന്നതും വേറൊരുത്തൻ, പണി എടുക്കുന്നതും വേറൊരുത്തൻ, പോയി കിടക്കുന്നത് വേറെടുത്ത്. ഈ എന്റെ ഇട ഒരു അസുഖം പിടിച്ചാലുണ്ടല്ലോ, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ വെറുതെ കിടന്ന് നരയിക്കും. ഏതെങ്കിലും ഒരുത്തൻ ഇട്ടിട്ട് പോയാലുണ്ടല്ലോ, പിന്നെ TV-യിൽ ന്യൂസായിട്ട് വരും. ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോ ഉണ്ടല്ലോ വിസയ്ക്ക് തന്നെ വാങ്ങിയിട്ടുണ്ടാവും നല്ലൊരു തുക. അത് കൂടാതെയാണ് ഇങ്ങനെ പൈസ കൊണ്ട് അടിച്ചെടുക്കുന്നത്. അതാരടാ മിസ്ഡ് കോൾ തരുന്നത്? ഇത് നമ്മുടെ സീനിയർ എഞ്ചിനീയർ അല്ലേ, രാമമൂർത്തി. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പുള്ളി അവിടെ ഇരിക്കുകയല്ലേ വെറുതെ. ദൈവമേ, ഞാൻ അയാളൊന്ന് വിളിക്കണം എന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല. നീ ഒന്ന് വിളിച്ചേ. ഹലോ ஹலோ சார், நான் ராமமூர்த்தி பேசுகிறேன் சார். ஹவ் ஆர் யூ சார்? எப்படி இருக்கு சார்? சௌக்கியமா? நல்லா இருக்குங்களா? பேசுங்க. நான் நல்லா இருக்கேன் சார். ஆனால் சார், நீங்கள் என்ன வேலைக்கு வச்சு இப்போது 2 வீக் ஆச்சு சார். வேலை இனியும் ஸ்டார்ட் பண்ணவே இல்லை சார். ப்ராப்ளம் சார். இந்த கம்பெனியில் எனக்கு வேலை செய்கிறதுக்கு எனக்கு ப்ராப்ளம் இருக்குது சார். எனக்கு வேறு வேலை கிடைச்சி சார். நான் போகட்டுமா சார்? அது பின்ன ராமமூர்த்தி, நான் உங்களே നമ്മുടെ കമ്പനിയിലെ സീനിയർ എഞ്ചിനീയറായിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് വേല കണ്ടിപ്പാ തുടങ്ങാൻ പോരെ. യാ രാമമൂർത്തി? நோ சார், நான் உங்களை நம்பி இப்போ 2 வீக் ஆயிடுச்சு சார். இப்போ எனக்கு இனி முடியாது சார். உங்களில் ஃபேமிலி ரொம்ப ப்ராப்ளமாக இருக்குது சார். எனக்கும் இங்கே ப்ராப்ளமாக இருக்குது சார். நான் சாரி சார், நான் வேறு வேலைக்கு போகணும் சார். ப்ளீஸ், எனக்கு கண்டிப்பாக அர்ஜெண்ட்டாக வேறு வேலை போகணும் சார். என்னோட கையில் கேஷ் இல்லை சார். நாட்டுக்கு அனுப்புறதுக்கும் இல்லை, எனக்கு இங்கே ஃபுட்டு கூட வாங்குறதுக்கு கேஷ் இல்லை சார். ஊரில் பொண்டாட்டி குழந்த ப்ராப்ளம் சார். அவங்களுக்கு ஃபுட்டு கொடுக்காம எனக்கு ஃபுட்டு இங்கே இறங்கவே இல்லை சார். வேறு வேலைக்கு நான் உண்மைதான் சொல்லியது. நம்ம வேலை கண்டிப்பா தொடங்க போறேன். ப்ளீஸ் டெல் மீ, வேர் ஆர் யூ நவ? என்னோட ரூம்ல இருக்கு சார். ஓகே, ஐ வில் கம் டு யூ. இப்போதான் வர போறேன். ശരി രാമു. ആമാ സാർ. ഓക്കെ സാർ, ഞാൻ വെയിറ്റ് പண்றேன் സാർ. നമ്മുടെ രാമൂർത്തി ഇല്ലേ, അയാൾക്ക് ജോലിക്ക് വരാൻ പറ്റില്ല എന്ന്. അയാൾക്ക് വേറെ ജോലി കിട്ടിയെന്ന്. നമ്മൾ അങ്ങനെ അയാളെ വിട്ടാ പറ്റില്ല. ഈ ഡ്രോയിങ് ഒക്കെ വായിച്ച് ആരുടെ പണിയെടുപ്പിക്കുക? കുറച്ച് പൈസ കൊടുത്തിട്ടേ തൽക്കാലം നമ്മൾ അയാൾക്കൊന്ന് പിടിച്ചു നിർത്താം. കാരണം ശനിയാഴ്ച വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പുള്ളി ആ കൂടെ അങ്ങ് ആയി പൊക്കോളും. ഓക്കെ, നീ വാ, നമുക്ക് ഇപ്പൊ തന്നെ അയാളെ അടുത്ത് പോവാം. സീനിയർ എഞ്ചിനീയറോടൊപ്പം ഈ ദൈവം എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. സ്മൃതി സുഗന്ധത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൊണ്ടാഷ് മീഡിയ ക്ലബ് ദോഹ ഖത്തർ അവതരിപ്പിക്കുന്ന നാടകം ഉദയ് പി സാം കോൺട്രാക്ടിംഗ് കമ്പനി. സ്മൃതി സുഗന്ധം തുടരുന്നു. സർഗ സൗന്ദര്യ സായുജ്യമരുളുന്ന സ്നേഹസംഗീതം. ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്. നീ അപ്പോഴാണ് ഈ റേഡിയോ വെക്കുന്നത്? ഇപ്പോൾ 11 മണി കഴിഞ്ഞില്ലേ? റേഡിയോയിൽ ആ സരിഗമ പാട്ട് പരിപാടി ഉണ്ടായിരുന്നു. നല്ല രസമാണ്. അച്ഛനൊന്ന് കേട്ടു നോക്കണം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സരിഗമയിലേക്ക്, ഈ ആഴ്ചയിലെ ആദ്യ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗ്യം, ആദ്യത്തെ പാട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹാരിസ ഫോൺ അടിക്കുന്നു. സ്പീക്കർ ഇട്. നീ റേഡിയോ കേട്ടോ. ഈ ഫോൺ ഒന്ന് കഴിഞ്ഞിട്ട് നീ റേഡിയോ കേട്ടോ. നാട്ടിൽ നിന്നുള്ള കോളാണല്ലോ അച്ചായ. അച്ചായന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. അതായത് ഒരു അനീജൊക്കെ വീട്ടിലുണ്ടാ. ഞാൻ അവനോട് കൂടെ പോയി നിന്ന് പഠിക്കാൻ പറഞ്ഞിരുന്നേ. ഞാൻ ഫോൺ എടുക്കാം. ഹലോ ഹണി. അതെ എടി, ഞാൻ അല്പം തിരക്കിലാണ്. എന്താടി വിശേഷം?
അല്ല ഇത് മോനാണോ? എന്താ മുത്തേ, മോൻ സ്കൂളിൽ പോയോ? അച്ചാച്ചനോടെ, അച്ചാച്ചന് കൊടുക്ക് ഫോണ്. ആ കൊടുക്ക്. അതെ പപ്പ, എനിക്കൊരു സാധനം മേടിക്കാനാണ്. എന്ത് സാധനം മോനെ നിനക്ക് വേണ്ടത്? പറയേ, പപ്പ വരുമ്പോ വാങ്ങിക്കൊണ്ട് വരാലോ. പറയേ. ഹലോ പപ്പ, ഇത് പപ്പയുടെ ആമിമോളാണേ. അല്ല ഇത് ആര്? ആമിമോളാണോ? എന്താ ആമിമോളെ വിശേഷം മോളെ? ഞങ്ങള് കോവളത്ത് പോവേണേ. ഒരു 3-4 മണിക്കൂറത്തേക്ക് നമ്മൾ അവൈലബിൾ ആയിരിക്കില്ല, വിളിക്കരുതേ ദയവ് ചെയ്ത്. ഇപ്പോഴും ഇങ്ങനെയാണ്, ഞാൻ എപ്പോ ഭ്രാന്തായി നിൽക്കുന്നോ അപ്പൊ മാത്രമേ എന്റെ ഭാര്യ വിളിക്കുള്ളൂ. അച്ചായന്റെ ഫാമിലി മുഴുവൻ സംസാരിച്ചു അല്ലേ? അച്ചായന് 3 മക്കൾ. അച്ചായൻ പ്രവാസി ജീവിതം തുടങ്ങിയ ശേഷം 3 പ്രാവശ്യം നാട്ടിൽ പോയല്ലേ? അച്ചായന്റെ മക്കൾ തമ്മിൽ 2 വയസ്സ് ഗ്യാപ്പേ ഉള്ളൂ അല്ലേ? ശരിയല്ലേ? നമ്മുടെ ഭയങ്കര. എടാ നീ ഇതെങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത്? ഈ പിള്ളേരുടെ ശബ്ദം കേട്ട് പ്രായം മനസ്സിലാക്കാൻ പറ്റുമോ നിനക്ക്? അതല്ല അച്ചായ, നമ്മൾ പ്രവാസി മലയാളികൾ എത്ര തവണ നാട്ടിൽ പോയാലും അത്രയും കുട്ടികൾ ഉണ്ടാകും. 2 വർഷം കൂടുമ്പോഴല്ലേ നമുക്ക് ലീവ് കിട്ടുന്നത്. അപ്പോൾ ഓരോ മക്കളും തമ്മിൽ 2 വർഷം ഗ്യാപ്പും ഉണ്ടാകും. അതിങ്ങനെ കൃത്യമായി പാലിക്കുന്ന വേറൊരു ഇന്ത്യക്കാരനും ഉണ്ടാക്കി. നീ ആൾ കൊള്ളാം, ഞാൻ സമ്മതിച്ചു കേട്ടോ. അതെ, ഞാൻ ആ രാമൂർത്തിയുടെ കാര്യം ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു ശ്രദ്ധ കിട്ടുന്നില്ല. എന്താ ചെയ്യുന്നത്? വീട്ടിൽ നിന്നാണ് അച്ചായ, വീണ്ടും വിളിക്കുന്നുണ്ടല്ലോ. ഇതിപ്പോ എന്നോട് വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ അവിടുന്ന് വീണ്ടും വിളിക്കുന്നു. ഞാനാണ് ആകെ തീ നീക്കി, ഇവരോട് പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. ഹലോ ഹലോ പപ്പ, ഇത് പപ്പയുടെ ആമിമോളാണേ. ഇതെന്റെ മോളാണോ? പപ്പയ്ക്ക് സുഖാണോ? എന്താ മോളെ പറയും മോളെ. പപ്പ കാർ ഓടിക്കുക. പപ്പ കാർ നിർത്തിക്കേ. എന്താ മോളെ ഇങ്ങനെ? മോള് പപ്പ ഇങ്ങനെ നിർബന്ധിക്കാതെ. പറ്റില്ല പപ്പ, നിർത്ത്. വളരെ അത്യാവശ്യമായിട്ട് പോവുകയാണ് കേട്ടോ, പിന്നെ വിളിക്കും മോള്. കാർ നിർത്തു പപ്പ. എന്താ ഹാരിസ് നോക്കി, എന്താ ചെയ്യാ? മോള് ഇങ്ങനെ വാശി പിടിച്ച ഞാൻ എന്താ ചെയ്യാൻ നോക്കി. അത് പോട്ടെ അച്ചായ, മോളല്ലേ വിളിക്കുന്നത്, ഒന്ന് സംസാരിച്ചിട്ട് പോകാം. 1 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. രാമമൂർത്തി അവിടെ വെയിറ്റ് ചെയ്യുമല്ലോ. മോളെ ആമി. അതെ പപ്പ, സ്കൂളിൽ ഇപ്രാവശ്യത്തെ കവിതാ മത്സരത്തിൽ ആമിമോൾക്കാണ് ഫസ്റ്റ്. ആണോ? മിടുക്കി, വെരി ഗുഡ്. പപ്പ വരുമ്പോ ചോക്ലേറ്റ് കൊണ്ടുവരാം കേട്ടോ. മോക്ക് മാത്രം പ്രത്യേകം ചോക്ലേറ്റ്. താങ്ക് യു പപ്പ. ആമിമോൾ സമ്മാനം കിട്ടിയ ആ കവിത ഇപ്പൊ ചൊല്ലവേ, പപ്പ ഒന്ന് കേൾക്കണേ. അല്ല മുത്തേടി മോളെ, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ വൈകുന്നേരം വിളിക്കുമ്പോ നീ പാടി കേൾപ്പിച്ചോ. നമ്മൾ കണ്ടൊരു മുത്തച്ഛൻ, നന്മയെന്നൊരു മുത്തച്ഛൻ, നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടിത്തന്നൊരു മുത്തച്ഛൻ. എന്താ ഹാരിസ്, എന്താ നോക്കിയ ഹാരിസ്, ഇനി നേരില്ല നേരത്ത്. ഞാനിത് എങ്ങനെ ഒന്ന് ആസ്വദിക്കട്ടെ? എനിക്കാണ് ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ. പണിക്കാരും കിട്ടുന്നില്ല, രാമൂർത്തിയും പണങ്ങി പോകുന്നു. സാരമില്ല അച്ചായ, ഇപ്പോൾ ഇത് കേട്ടില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഇത് കേൾക്കാനാവില്ല. അത് ഇന്നലത്തെ ഒരു ഓർമ്മ മാത്രമാണ്. ഒന്ന് കേൾക്കുന്നേ, നല്ല കവിത. ഇതൊക്കെയല്ലേ ഒരു രസം അല്ലേ അച്ചായ? മോള് നന്നായിട്ട് ചൊല്ലുന്നുണ്ടല്ലോ. ബാപ്പുജി എന്നൊരു മുത്തച്ഛൻ, വഴി കാണിച്ചു മുത്തച്ഛൻ. എന്താ അച്ചായൻ അറിയില്ലല്ലോ, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്റെ ഭാര്യ 7 മാസം ഗർഭിണിയായിരുന്നു. ഞാൻ വന്നിട്ട് വിസ പ്രശ്നം കാരണം 2 കമ്പനികൾ മാറി മാറി കയറി. ഇപ്പോൾ അച്ചായന്റെ കൂടെയായി. എന്റെ മോൾക്ക് ഇപ്പോൾ 2 വയസ്സായി. ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. എപ്പോഴും ഫോട്ടോ കാണും, മൊബൈലിൽ വിളിക്കും. ഒന്നുമല്ലെങ്കിലും ചേട്ടന് മോളോട് സംസാരിക്കാമല്ലോ. എന്റെ മോൾക്ക് ബാപ്പ ആരാണ് എന്താണ് ഒന്നും അറിയില്ല. എന്റെ മോൾക്ക് ബാപ്പ വെറുമൊരു ഫോണും അതിലൂടെ കേൾക്കുന്ന ശബ്ദവും മാത്രമാണ്. സോറി ഹാരിസ്, ഞാൻ എന്താ പറയാ ഹാരിസ് നിന്നോട്. എടാ, നമ്മളെ പോലുള്ള പ്രവാസികൾക്ക് ഇത് മാത്രമേ വിധിച്ചിട്ടുള്ള. നിനക്കറിയോ, നമ്മുടെയൊക്കെ പപ്പായുടെയും ബാപ്പയുടെയും അസ്തിത്വം നിൽക്കുന്നതേ നമ്മൾ അയച്ചു കൊടുക്കുന്ന സമ്മാന പൊതികളായിട്ടാണ്. അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അവധിക്കാലത്ത് നമ്മൾ അവധി ആഘോഷിക്കാൻ ചെല്ലുമ്പോൾ കിട്ടുന്ന നിമിഷങ്ങൾ മാത്രമാണ് നമ്മൾ അവരുടെ ബാപ്പയും ഉപ്പയാകുന്നത്. ഇങ്ങനെ എത്ര പേരല്ലേ, എന്തെല്ലാം കഥകൾ, എന്തെല്ലാം സത്യങ്ങൾ. ഇതൊക്കെ ആര് കാണാൻ, ആദ്യം കേൾക്കാൻ. പോട്ടെ ഹാരിസ്. എടാ, നീ ഇത്രയും വിഷമിച്ചിരിക്കാന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. നിന്റെ ഈ വിഷമത്തിനിടയിലേ നിനക്ക് ഈ റേഡിയോ നിനക്കൊരു കൂട്ടാണെങ്കിൽ, എടാ ഞാൻ എന്തിനാണ് നിന്നെ ശല്യപ്പെടുത്തുന്നത്? നീ ആ റേഡിയോ വെച്ചു, നീ പാട്ട് കേട്ടോ. അല്ല വേണ്ട, ഞാൻ തന്നെ വെക്കാം. സരിഗമയിൽ പങ്കെടുക്കാൻ ആദ്യത്തെ മത്സരാർത്ഥിയുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്? Myself, Roslyn. Sir, I applied for office secretary post. You called me last week to come and attend an interview. Do you remember, sir? This is my CV. Please see, sir. Yeah, no need to see the CV.
office. Yes, Miss Rosalie. Yeah, I will give you a small test. Please write all the stationery items required for a project office. Yes, sir. I know I can write it. Now give me a piece of paper and I will do. Consider this a small test. It's okay. It's only for the formality of HR. Yeah, you're very good. Very good. Yeah, you write. Yes, how many? Yeah, it's more than 20 items. Yes. Yeah, it's very good. Mr. Harris will call you on Saturday morning and he will come and take you to the office. Yes, Miss Rosalie, you are selected. Okay, I am happy, sir. No, thank you very much. Okay, Mr. Abby, then see you next Saturday. കൊള്ളാമല്ലേ എബിച്ചായ? ഫ്രണ്ട് ഓഫീസിൽ ഇരുത്താൻ കൊള്ളാം. പണി അറിയാമോ? ഇതെന്താ അച്ചായ അവളെ കൊണ്ട് എഴുതിപ്പിച്ചത്? എടാ, ശനിയാഴ്ച മുതൽ അവളോട് ജോലിക്ക് വരാൻ ഞാൻ പറഞ്ഞു. നീ പോണം അവളെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ. ആണോ അച്ചായ? ആ, നീ ഒരു കാര്യം ചെയ്യ്. നീ അവൾ എഴുതിയ ലിസ്റ്റ് ഒന്ന് വായിച്ചേ. പറ്റുമെങ്കിൽ അതെ ഇന്ന് തന്നെ വാങ്ങി എല്ലാം റെഡിയാക്കി വെക്കാം. എവിടെ അവൾ എഴുതിയ ലിസ്റ്റ്? പേന, റബ്ബർ, പെൻസിൽ, സ്റ്റാപ്ലയർ, പഞ്ച്, ഫയൽ ബോക്സ്, കാൽക്കുലേറ്റർ, മാർക്കർ, ഹൈലൈറ്റർ, നോട്ട്ബുക്ക്, KFC. അച്ചായ KFC. എന്റെ ദൈവമേ, പെട്ടോ? KFC യോ? ഫ്രഞ്ച് ഫ്രൈസോ? കോള. അച്ചായോ എന്താ ഇത്? സ്റ്റേഷനറി ഐറ്റം. ഓ മൈ ഗോഡ്. ഓ, ഇതൊരു ചെലവ് പിടിച്ച സെക്രട്ടറി ആയിരിക്കും തോന്നുന്നു കേട്ടോ. സ്റ്റേഷനറി മാത്രം വാങ്ങിച്ചിട്ട് വേഗം വാ. എനിക്ക് കുറച്ച് പണികളുടെ ബാക്കിയുണ്ട്. ഞാനതും ചെയ്തോട്ടെ. ഓക്കെ. ശരി അച്ചായ, ഞാൻ പോയി വാങ്ങിച്ച് പെട്ടെന്ന് വരാം. അച്ചായ താഴെ ഒരു അറബി വന്ന് നിൽക്കുന്നു. ഒരു അറബിയോ 10 അറബിയോ അവിടെ നിൽക്കട്ടെ, നിനക്കെന്താ കുഴപ്പം? നീ അവര് കാണാൻ പോയാ പോരെ. നീ ഒരു കാര്യം ചെയ്യ്, നീ അതിനകത്ത് കയറി ഇവിടെ ഇരിക്കും. അതല്ല അച്ചായ, അയാൾ ഉദയബി സാമിലേക്കുള്ള വഴി ചോദിക്കുന്നു. എന്നോട് വഴി ചോദിച്ചു. ഞാൻ പേടിച്ചിട്ട് കൃത്യമായി പറഞ്ഞു കൊടുത്തു. അച്ചായ എന്ത് പറ്റി? എന്റെ പൊന്നാണ്, അതിന് നീ കൃത്യമായിട്ട് നീ വഴി പറഞ്ഞു കൊടുത്തു അല്ലേ? മിടുക്കൻ. വലതിയിൽ നിന്നോ മറ്റോ ആയിരിക്കും അച്ചായ. ഞാൻ കിച്ചണിലേക്ക് മാറിയിരിക്കട്ടെ. നീ ആ ബലതിയുടെയും മറ്റു പേപ്പറുകളൊക്കെ ബാഗിൽ നിങ്ങൾ എടുത്ത് വെച്ചോ. ചോദിക്കാണെ കാണിക്കാം. എടാ ഹാരിസ്, എനിക്ക് അറബി അറിയില്ലോടാ, എന്താ ചെയ്യാ? അയാൾ വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയൂ അച്ചായ. എടാ ഹാരിസേ. അച്ചായ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഹലോ, സാത്തേക്ക് എന്നല്ല, ഇജ്ലീസ്. ഇരിക്കൂ എന്ന് പറയാം. ഞാൻ ഇരിക്കാം. അയ്യോ, മലയാളി അറബിയാണോ? എടാ ഹാരിസേ ഇങ്ങോട്ട് പോരടാ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്റെ പേര് ഉമർകുട്ടി. ഒരു കമ്പനിയുണ്ട്, മാൻ പവർ കൊടുക്കുന്നു. ഞാനും അതുമായി ബന്ധപ്പെട്ടാണ് വന്നത്. ഇന്നലെ നമ്മളെ ഒരു കൊച്ചി വിളിച്ചിരുന്നല്ലേ, എന്റെ സെക്രട്ടറിയാ. ഓള് നല്ല കുട്ടിയാ. ഇപ്പൊ മനസ്സിലായി. ഞങ്ങൾക്ക് ആളിനെ വേണം, അതും ശനിയാഴ്ച മുതൽ, ഈ വരുന്ന ശനിയാഴ്ച മുതൽ. ശനിയാഴ്ചയോ? നാളെ മുതൽ തരാമല്ലോ. എത്ര പേര് വേണം? എന്റെ കയ്യിൽ 1000 പേരോളം ഉണ്ട്. 1000 പേരോ? എല്ലാരെയും നമ്മൾ പുറത്ത് കൊടുത്തിരിക്കുക. എടുത്ത് തിരിച്ചു തരാം. നല്ല റേറ്റ് തരാമെങ്കിൽ ഞാൻ സഹകരിക്കാം. 6 മാസം മിനിമം കോൺട്രാക്ട് തരണം. ഉമർക്ക് എവിടെ? ഉമർക്ക് നാട്ടില്? കാസർഗോഡ്. തീരെ ചെറുപ്പത്തിൽ ഇവിടെ വന്നതാണ്. കാലിഫോർണിയയിലേക്ക് പോയ കപ്പലിൽ വന്നതായിരിക്കും അല്ലേ? നമ്മുടെ ദാസനെയും വിജയനെയും പോലെ. കാലിഫോർണിയയോ? എനിക്കറിഞ്ഞൂടാ. എനിക്കൊരു ദാസനെയും വിജയനെയും അറിഞ്ഞൂടാ. ഞാൻ എന്റെ ബാപ്പാന്റെ കൂടെ ഇവിടെ വന്നതാണ്. ഹരിസേ, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ്. ഉമറിക്ക, മൊത്തത്തിൽ ഞങ്ങൾക്ക് 300 പേരെ വേണം. പക്ഷെ ഞങ്ങൾക്ക് ഈ ശനിയാഴ്ച 15 അല്ലെങ്കിൽ 20 ആൾക്കാരെ നിർബന്ധമായിട്ട് വേണം. അത് സിവിലിന്റെ പണിക്കാര്. ഇന്നോ നാളെ അവരുടെ ലിസ്റ്റ് കിട്ടിയാൽ വളരെ ഉപകാരം. മണിക്കൂറിന് 10 അല്ലെങ്കിൽ 11 റിയാൽ എനക്ക് കിട്ടണം. മിനിമം 6 മാസത്തേക്ക് കോൺട്രാക്ട് വേണം. പിന്നെ അഡ്വാൻസ് ചെക്കും തരേണ്ടി വരും. പറ്റുമല്ലോ അല്ലേ? അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് റേറ്റ് 10 വെച്ചങ്ങ് മുറിച്ചിട്ടേ ഞാൻ ഇപ്പൊ തന്നെ LP അയച്ചുതരാം. ഓക്കെ? കൊള്ളാം, അത് കൊള്ളാം. മൊത്തം 300 പേര് ആവശ്യത്തിന് LP അയച്ചോ, ഞാൻ ശരിയാക്കി തരാം. എന്തേ? അപ്പൊ എബി സാറേ, നമ്മൾ പോട്ടാ. എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ ഇക്ക പറഞ്ഞു വരുന്നത് ആളിന് എന്ന് കിട്ടും? ഞങ്ങൾക്ക് LP അയച്ചോ. LP കിട്ടിയ ഉടനെ അയച്ചേക്കാം. നമുക്ക് ഒന്നിച്ച് നിക്കാന്ന്. എനിക്ക് ഇപ്പോഴാണ് ഒരു സമാധാനമായത്. എന്തായാലും പണി തുടങ്ങാൻ പറ്റുന്ന ഒരു ഉറപ്പായി. നമ്മൾ വിചാരിച്ച റേറ്റില് വിചാരിച്ച നേരത്ത് കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന അത്രയും ആൾക്കാരെ നമുക്ക്
കിട്ടാൻ പോവാണ്. നമ്മൾ ഇത് വെച്ചൊരു കലക്കണ ഹാരിസ്. ശരിക്കും നമ്മൾ രക്ഷപ്പെട്ടു അല്ല അച്ചായ? ഓ, ശ്വാസം നേരെ വീണു. ഇനി നമ്മൾക്കൊന്ന് തകർക്കണം. സ്വർഗത്തിലോ ഓ, ഇത് ഹണിയാണല്ലോടാ. ഹണിയാണ് വിളിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ചെക്കന്റെ കാര്യം പറയാൻ വേണ്ടായിരിക്കും. നമ്മുടെ അനിയൻ ചെക്കൻ അവിടെ പോയിട്ടുണ്ടാവും. ഹലോ ഹലോ ഹണി, നിങ്ങൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നപ്പോഴത്തേക്ക് എടുത്ത് ഞങ്ങളെ കൂടെ തന്നെ നിൽക്കണമെന്ന് നിങ്ങൾ പറഞ്ഞോ? ഇനി മേലെ ഏവനെങ്കിലും എന്റെ തലയിൽ കെട്ടി വെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്റെ നല്ല നിങ്ങൾ അറിയും. നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ ആരാന്ന്. ഹണി, വീണ്ടും വീണ്ടും നിങ്ങൾ ഓരോ കുരിശുകൾ എന്റെ തലയിൽ കൊണ്ട് വെക്കാൻ നോക്കണോ? ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചു പോകരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ അവിടുത്തെ കാര്യം നോക്കി മര്യാദക്കിരുന്നോണം. എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്. ഇനി നീ നിന്റെ ഇഷ്ടം പോലെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ കുട്ടികൾ ഒറ്റയ്ക്ക് പോയി താമസിക്കും എവിടെ ആയാലും. ചേച്ചി നല്ല കലിപ്പിലാണല്ലോ അച്ചായ. ഓ, ഞാൻ പറഞ്ഞില്ലടാ മക്കൾക്ക് കൂട്ടിന് അനിയൻ ചെക്കനോട് പോയി നിൽക്കാൻ പറഞ്ഞു. ഓ, അത് അവക്കൊന്നും ഇഷ്ടായില്ല. ഓ, എനിക്ക് കിട്ടിയ പണിയാണ് ഹണിയുടെ പണി. അച്ചായോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു റിസ്ക് എടുക്കണം ഹാരിസേ. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ഒരു അറ്റകൈ പണി ചെയ്താലോ? നമുക്ക് നാളത്തെ പേപ്പറിലേ നമുക്ക് 300ഓളം പണിക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പരസ്യം കൊടുത്താലോ? എന്റെ കൈ തന്നു അച്ചായ, ബാക്കി ഞാൻ ശരിയാക്കി തരാം. നീ ഇത് നോക്കിയേ, ഇത് കണ്ടോ? ഞാൻ കമ്പ്യൂട്ടർ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്. നിന്നെ ഞാൻ വായിച്ചേപ്പിക്കാം. നീ ഇപ്പുറത്ത് വന്നേ. ഇത് കണ്ടോ? വി റിക്രൂട്ട് ദി ഫോളോയിങ് മാൻ പവർ ഫോർ എ പ്രോജക്ട് അർജന്റ്ലി. ഫോൺ നമ്പർ നീ എന്റെ കമ്പനി നമ്പർ കൊടുക്കണ്ട കേട്ടോ, എന്റെ പേഴ്സണൽ നമ്പർ കൊടുത്തു. എന്താ നീ ഇപ്പൊ പിടിച്ചു. ഞാനിത് ഇപ്പൊ തന്നെ പ്രിന്റ് ചെയ്ത് തരാം. ഈ പരസ്യവും എന്റെ നമ്പർ മാത്രം വെച്ചാൽ മതി. ഹാരിസേ, നമുക്ക് കിട്ടിയ പ്രോജക്റ്റ്, പ്രത്യേകിച്ച് ശനിയാഴ്ച തുടങ്ങേണ്ട പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കമ്പനിയുടെ പേര് പോലെ തന്നെയാണ് നമ്മുടെ സ്വഭാവം എന്ന് ആൾക്കാർ വിചാരിക്കും. അച്ചായ, സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ കമ്പനിയുടെ പേരിന് എന്താ കുഴപ്പം? ഇനിയെങ്കിലും ഞാൻ നിന്നോട് പറയാതിരുന്നത് ശരിയാവില്ല. എടാ, വലിയൊരു പ്രശ്നമുണ്ട് നമ്മുടെ കമ്പനിയുടെ പേരിന്. നിനക്കറിയോ അത്? ഞാൻ കാണിച്ചു തരാം നിന്നെ. നീ നമ്മുടെ ലെറ്റർ പാഡ് എടുത്തേ, നോക്കിയേ. അതില് ഇംഗ്ലീഷിൽ എഴുതിയേക്ക് നോക്കിയേ, ഉദയ് അല്ലേ? UDAY. നീ ഒന്ന് എഴുതിക്കേ, ഉദയ് UDAY അല്ലേ? ഇനി ആ പി സാം എന്നുള്ളതൊന്ന് അടുത്ത് ചേർത്ത് എഴുതിക്കേ, പി സാം. അത് തന്നെ, അങ്ങനെ തന്നെ. പി കഴിഞ്ഞിട്ട് സാമിന്റെ ഇടയ്ക്ക് ഒരു ഐ ചേർത്തേ. എഴുതിയോ? ഇനി നീ ഒന്ന് ഒന്നിച്ച് വായിച്ചേ ഒന്ന്. ഉഡായിപ്പിസം. അച്ചായ, ഉഡായിപ്പിസം കോൺട്രാക്ടിങ് കമ്പനി എന്നോ നമ്മുടെ പേര്? ഓ, വെറുതെ അല്ല ഉഡായിപ്പെന്ന് കേൾക്കുമ്പോൾ അച്ചായന് കലിപ്പ് വരുന്നത്. ഇത് എന്റെ അണിയച്ചക്കൻ എനിക്കിട്ട് കാണിച്ച ഏറ്റവും വലിയ പണിയാണ്, അറിയോ? കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് PR-ഓടെ കൂടെ ഇവനെ വിട്ടു. ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഇവൻ ഇഷ്ടപ്പെട്ട കുറച്ച് പേരും കൂടെ എഴുതി വെച്ചു. ആ കൂടെ എഴുതിയ പേരാണിത്. എടാ, നമ്മുടെ ലെറ്റർ പാഡിൽ എഴുതിക്കുന്ന അറബി വാക്കില്ലേ, നമ്മുടെ സീലില്ലേ, എല്ലാം ഈ ഉഡായിപ്പിസം കോൺട്രാക്ടിങ് കമ്പനി എന്നാടാ. ആ സണ്ണിയാണോ? ആരാ അച്ചായ? അത് തന്നെ, സണ്ണി. എടാ, നമ്മളിപ്പോ പറഞ്ഞില്ലേ എന്റെ അളിയന്റെ കാര്യം, അവിടെ സണ്ണിക്കുട്ടൻ. നോക്ക്, ഞാൻ ഇപ്പൊ പറഞ്ഞ് നാവ് അടച്ചതേ ഉള്ളൂ. പിന്നെ വെടിവെച്ച് വന്നാലും ചാകില്ലല്ലോ ദൈവമേ. ചേട്ടാ, എന്തൊക്കെയുണ്ട്? ഇതെല്ലാം പഴയതുപോലെ തന്നെ ഉണ്ട്. ഇതാരാ ചേട്ടാ? പുതിയ സ്റ്റാഫാണ്. എന്തുവാടെ നിന്റെ പേര്? എന്റെ പേര് ഹാരിസ്. എന്നെ സഹായിക്കാനാണ് നീ വന്നതെങ്കിൽ അത് നീ തീർച്ചയായിട്ടും ചെയ്യണ്ട. എന്നെ നീ സഹായിക്കേ വേണ്ട. കാരണം എന്താണെന്നറിയോ? എന്നെക്കാളും അത് നിന്റെ നീസ്, നിന്റെ പെങ്ങളില്ലേ, അവക്കേ അത് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. അളിയ, ചേച്ചി ചേട്ടനോട്ടൊരു പണി തന്നിട്ടുണ്ട്. അത് വല്ലാത്ത പണിയായിപ്പോയി. ഞാനത് എങ്ങനെ അളിയനത് പറയും? അതെന്ത് പണി സണ്ണി? ചേട്ടാ, എന്നോട് ദേഷ്യപ്പെടരുത്, സങ്കടവും പറയരുത്. നമ്മുടെ കുന്നേലെ ജോർജ് ജോർജങ്ങളോ? എന്ത് വെച്ചടാ? എന്ത് സംഭവിച്ചേ? അളിയ, അങ്കിളും മരിച്ചുപോയി അളിയ. ഇന്ന് 3 ദിവസമായി. ഇന്നലെയാണ് ചേച്ചി എന്നോട് പറഞ്ഞത്. എടാ, എന്നിട്ട് ഹാണി ഇതുവരെ എന്നോട് ഒരു ഒറ്റ വാക്ക് പോലും പറഞ്ഞില്ലോടാ. എടാ, നിനക്കങ്ങനെ എന്നോടൊന്നും പറയാറുന്നില്ലേ? അത് പിന്നെ ചേട്ടാ, എന്റെ മൊബൈല് ബാലൻസ് ഇല്ലായിരുന്നു കേട്ടോ. എഴുന്നേക്കടാ, പോളെ ഇറങ്ങി. നീക്ക് മരണവും മൊബൈൽ ബാലൻസുമായിട്ട് ബന്ധിപ്പിക്കുന്നോ? എടാ, നിനക്കറിയോ ഈ ജോർജങ്ങൾക്ക് എനിക്ക് ആരായിരുന്നു? അല്പമെങ്കിലും നന്ദി ഉണ്ടായിരുന്നെങ്കിൽ നീ എങ്കിലും എന്നോട് ഇത് പറയായിരുന്നു. എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത്? ഇതാ ചായ കുടിക്ക്. എന്ത് പറ്റി സണ്ണി? അല്ല ഹാരിസേ, ഈ എബി സാറിന്റെ ഒരു അങ്കിള് മരിച്ചുപോയി, അറിയിക്കാൻ താമസിച്ചു. അതിന്റെ ദേഷ്യത്തിലാണ്. അതാണോ കാര്യം? ഞാൻ കരുതി നിങ്ങൾ പുതിയ പ്രോജക്ടിന്റെ പ്രോഫിറ്റ് ഷെയർ പറഞ്ഞ് ഉടക്കുന്നതായിരിക്കുമെന്ന്. എബിച്ചായ, നമ്മൾ തമ്മിൽ പറഞ്ഞതിന് മാറ്റമില്ല കേട്ടോ. 50-50 മറക്കരുതേ. എല്ലാവരും ഒന്ന് മിണ്ടാതിരിക്കാവോ? പ്രോഫിറ്റ് ഷെയറിംഗ് ബിസിനസ്. എടാ, നിനക്കൊക്കെ ജീവിതത്തിന്റെ വില അറിയൂടാ, മനുഷ്യരുടെ വില അറിയൂടാ. എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കലോട്ട് രണ്ടും പൊക്കോണ്ട് വിടുന്നു. എടാ, നിനക്കൊക്കെ അറിയോ? എടാ, ഞാനൊക്കെ പോയി മുമ്പിൽ നിന്ന് നടത്തി കൊടുക്കട്ടെ പുള്ളിയുടെ പ്രാർത്ഥനയൊക്കെ. എന്നെ ഒരു മനുഷ്യൻ പോലും അറിയിച്ചില്ലോ ദൈവമേ. എടാ, നീ അറിയോ, ഇന്നലെ കൂടെ ഞാൻ ആ മനുഷ്യനെ ഓർത്തോളൂ. ഇന്നലെ രാവിലെ കൂടി. എടാ ഹാരിസ്, എനിക്ക് എന്നോടൊരു ദേഷ്യം തോന്നടാ. എന്തിനീ പ്രവാസത്തിന് വന്നത്? ഇത്ര നാൾക്കിടെ ആരെല്ലാം വിട്ടുപോയി. എടാ, നിനക്കറിയോ നമ്മുടെ തെക്കേതിലെ ജോസഫ് സാറ്
നിനക്കറിയോ ജോമോന്റെ മോള് പാവക്കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന കൊച്ച് എന്തി നമ്മുടെ കുഞ്ഞമ്മ എവിടെടാ മോനച്ചന്റെ ഫാമിലി? തീർത്ഥാടനത്തിന് പോയിട്ട് എവിടെ വന്നടാ അവര്? 5 പേര് പെണ്ണിനല്ല വന്നത്. നീ ഓർക്കുന്നില്ലേ? ഇന്ന് ഓക്കെ ഇപ്പൊ ജോർജങ്കിള്. എന്റെ ദൈവം, ഞാനിത് എങ്ങനെ സഹിക്കും? എന്റെ ആന്റി ഒന്ന് വിളിക്കാനെങ്കിലും പറ്റിയതെങ്കിൽ, അവരെ ഒന്ന് കണ്ടത് ആശ്വസിപ്പിക്കാൻ പറ്റിയിരുന്നു. അല്ല എന്നെ പറയണ്ടല്ലോ, എന്റെ ഭാര്യയെ പറഞ്ഞാൽ മതില്ലോ. എന്നാലും നീ എന്നെ അറിയിച്ചില്ലടാ സണ്ണി. പോടാ, നീ ഒരക്ഷരം വേണ്ടി പോലെ. ചായ വീണ് മുറി എല്ലാം വൃത്തിയാണ്. അത് സാരമില്ല, ഞാൻ നോക്കിക്കോളാം. എബിച്ചായൻ എവിടെ പോയി? അത് ഹണി ചേച്ചിക്കുള്ളത് കൊടുക്കാൻ പോയതാ. നിങ്ങൾ തമ്മിൽ പ്രോഫിറ്റ് ഷെയറിംഗ് ആണല്ലേ? ഇപ്പോൾ പുതിയ 5 വർക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോന്നായി തുടങ്ങാനുള്ള പരിപാടിയാ. അപ്പൊ അളി രക്ഷപ്പെട്ടു. പറയാറായിട്ടില്ല. പണിക്കാർ വേണം, കോൺക്രീറ്റ് പണിക്കാർ. എങ്കിലേ കാര്യം നടക്കും. പണിക്കാരോ? എത്ര പേര് വേണം? ഞാൻ സംഘടിപ്പിച്ചു തരാം. പക്ഷെ എനിക്കൊരു ഷെയർ തരണം. ആളെ ഒപ്പിക്കുമോ? എങ്കിൽ അളിയൻ തീർച്ചയായിട്ടും ഒരു ഷെയർ സണ്ണിക്ക് തരും. പക്ഷെ നല്ല പണിക്കാരായിരിക്കണം. ഞാൻ ഒപ്പിച്ചു തരാം. നാളെ തന്നെ നോക്കൂ, ഞാൻ ശരിയാക്കാം. എനിക്ക് നല്ലൊരു സപ്ലൈ ടീമിനെ അറിയാം. ഈ അലിയിൽ ഇത് എവിടെ പോയി കിടക്കും? എനിക്കാണെങ്കിൽ പോകണം. ഞാൻ ദൂരെയെങ്കിലും പോകില്ല. ആ വരാന്തയിലെങ്ങാനും ഉണ്ടാകും. കാശ് ചോദിച്ചാൽ ഒരാൾ വിളിച്ചാൽ മതി, ഓടി വന്ന് ഇവിടെ ഇരിക്കും. പിന്നെ ഫോൺ പോലും എടുക്കില്ല. ഹരിസേ, എടാ വാടാ, നമുക്ക് പോവാം. ഇനി ഒരു വർക്കും ചെയ്യണ്ട, നമുക്ക് പോവാം. റൂം അടയ്ക്ക്. അളിയ എന്തളിയാ ഫോൺ എടുക്കാത്തത്? മോശം പരിപാടി. എന്നാ പിന്നെ നീ എടുക്ക്. ഇത് കാശ് ചോദിച്ച ആൾക്കാർ വിളിക്കുന്ന. നീ എടുത്തിട്ട് അവധി പറ. അളിയ ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. അങ്ങനെ പറയാമല്ലോ. ഫോൺ എടുക്കാറുണ്ട്. ഇനി പണം ചോദിച്ചല്ല, വെറുതെ വിളിക്കുന്നവർക്ക് ഒരു ദേഷ്യം വരും. ശരിയല്ല ഹാരിസ്? അതേ സണ്ണി, ഇത് തന്നെയാ ഞാനും പറഞ്ഞത്. ഫോൺ എടുത്ത് അവധി ചോദിച്ചായ അളിയ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ഞാനൊരു എളുപ്പവഴി പറയാം. കുറച്ച് പഴയ ഒരു ആശയമാണ്. കമ്പളിപ്പൊന്നും കേട്ടിട്ടില്ലേ? പഴയതാ, പക്ഷെ പവർഫുള്ളാ. ആരെ വിളിച്ചാലും ഹലോ, നിങ്ങൾ എന്താ പറയുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും കേൾക്കാനും പറ്റുന്നില്ല, വ്യക്തമായിട്ട് പറയൂ. എന്നിട്ട് കട്ട് ചെയ്തോ. ഫോൺ എടുത്തുന്നുമായി, ഉത്തരം പറഞ്ഞെന്നുമായി, മറുപടി പറഞ്ഞെന്നുമായി. ഇത് കൊള്ളാം. ഒരു തവണയൊക്കെ രക്ഷപ്പെടാൻ ഇത് ധാരാളം മതി. അച്ചായ, എല്ലാം ഒതുക്കി പോകാം നമുക്ക്. അച്ചായ, ആരാ അച്ചായ മരിച്ചത്? എങ്ങനെയാ അച്ചായ മരിച്ചത്? എന്നാലും അച്ചായനോട് പറയാതിരുന്നത് മോശമായി പോയി. പാവടാ, ഞാൻ ആന്റി വിളിച്ചപ്പോ കുറെ കരഞ്ഞടാ. നല്ലൊരു മനുഷ്യനായിരുന്നടാ. എല്ലാവരുടെയും കാര്യത്തിന് ഓടി വരുന്ന ഒരു മനുഷ്യൻ. എടാ നീ ആ CD ഒന്ന് വെച്ചേ. എടാ അത് പത്തിയാനാടാ. ഞാനൊന്ന് കേട്ടൊന്ന് സമാധാനമായിട്ട് കുറച്ചൊന്ന് മയങ്ങിക്കോട്ടടാ. കേട്ടോ? കുഴപ്പമില്ലല്ലോ അല്ലേ നിനക്ക് ഈ പാട്ട് കേൾക്കുന്നതിന്? എന്ത് കുഴപ്പച്ചായ? നിങ്ങളുടെ മാർക്കോസ് ചേട്ടായി ഞങ്ങൾക്ക് മാർക്കോസ് ഇക്കയ. പുള്ളിക്കാരനില്ലെങ്കിൽ മാപ്പിളപ്പാട്ടില്ല. അതല്ല, ഒരു കുബൂസ് മുറിച്ച് 2ആയി കഴിക്കുന്ന നമ്മൾക്ക് ഇതൊക്കെ എന്ത്? പാട്ടിന് എന്ത് ജാതിയും മതവും. അച്ചായ വിഷമിക്കേണ്ട, നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ആർക്കുമേ നിന്നെ പോലെ എന്നെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകും. എന്റെയൊക്കെ എല്ലാ കാര്യത്തിനും ഓടി വരുമായിരുന്നു. എന്റെ സമയം നോക്കാൻ പഠിപ്പിച്ചത്, നീന്താൻ പഠിപ്പിച്ചത്, എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്നറിയോ? എന്റെ പുള്ളിക്ക് ഭയങ്കര കാര്യമായിരുന്നു. പുള്ളി ചെറുപ്പത്തിലെ നല്ല പാട്ടുകാരനായിരുന്നു. കൊയറിലെ ഏറ്റവും മുമ്പിൽ നിൽക്കും പുള്ളി. അത് കേൾക്കാൻ വേണ്ടി മാത്രം പോയായിരുന്നു ആ പള്ളിയിൽ. അറിയോ നിങ്ങൾക്ക്? അദ്ദേഹം ആ പാടിക്കൊണ്ടിരിക്കുന്ന സീനുണ്ടല്ലോ, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അച്ചായ, വീടെത്തി. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിന് ഒരു സുഖമില്ല. ഈ പരസ്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുക. കേട്ടോ? പറ്റിയാ ഞാൻ രാത്രി വിളിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ? ശരിടാ. ഓക്കെ അച്ചായ, ഞാൻ പോട്ടെ. അച്ചായൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. എവിടെ പരസ്യം? ഇത് തന്നെ. ഞാൻ ഒന്ന് വായിച്ചുകൊണ്ട്. എന്താ ഇരിക്കുന്നത്? താഴെ പറയുന്ന പണിക്കാരെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ലേബർ സപ്ലൈ കൊടുക്കാനുണ്ടെന്ന്. എടീ ഇത് തമ്മിൽ രണ്ടും രണ്ടാടാ. നമുക്ക് വേണ്ടതിന്റെ നേരെ ഓപ്പോസിറ്റ്. എടീ ഇത് ആരും ഇങ്ങനെ പരിസ്ഥിതി? ഞാൻ തന്ന പേപ്പർ എവിടെ ഹാരിസേ? അച്ഛൻ എഴുതി തന്ന പേപ്പർ എന്റെ കയ്യിൽ കളഞ്ഞു പോയി. അത് വണ്ടിയിൽ നോക്കിയിട്ട് പിന്നെ കണ്ടില്ല. നമുക്ക് അത്യാവശ്യമായതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ചെയ്യിപ്പിച്ചതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ട്? നീ നോക്ക്, ഈ നമ്പറുകൾ നോക്കി. വെളുപ്പിന് മൂലം എന്നെ വിളിച്ചിരിക്കുന്ന ഈ ആൾക്കാർ. അതായത് നമുക്ക് മാൻ പവർ തരാമെന്ന് 2 ആഴ്ച മുമ്പും 3 ആഴ്ച മുമ്പും നമ്മുടെ ഇവിടെ ഒന്ന് നെഞ്ചു വിരിച്ചെന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാർ നമ്മൾ തെറ്റിക്കൊടുത്ത പരസ്യം കണ്ടിട്ട്
നമ്മളെ വിളിച്ചിരിക്കും. എടാ ആ അനിയും കുട്ടി, ഈ അറബി മലയാളി ഉമ്മർക്ക, എടാ ഈ സന്തോഷം അടക്കം വിളിച്ചിരിക്കുന്നടാ. എങ്ങനെയാ പണി തുടങ്ങും? സോറി അച്ചായ, വേറൊരു പരസ്യം ഇന്ന് തന്നെ കൊടുത്താലോ? എടാ ഹാരിസ്, നിനക്കൊരു കാര്യം മനസ്സിലായോ? എടാ ഒരാളുടെ കൈ പോലും ആൾക്കാരില്ലടാ. എടാ എല്ലാവരും തട്ടിപ്പാടാ. എവിടെ നിന്നൊക്കെ ആളിനെടുത്ത് എവിടേക്കോ കോൺട്രാക്ട് കൊടുക്കുന്ന വേറെ ഉടായ്പ കമ്പനിക്കാര്. നമ്മൾ മാൻ പവർ സപ്ലൈ തരാന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും നമ്മളെ തിരിച്ചു വിളിച്ചിരിക്കുക. നമ്മുടെ അഡ്വാൻസ് മണി, കടക്കാര്, നമ്മുടെ പ്രോജക്ട്സ്. ഹാരിസേ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യും അച്ചായ? ഇല്ല ഹാരിസേ, ഇല്ല. എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായടാ. നിന്റെ ഈ തെറ്റ് നമുക്ക് ശരിക്കും ആവശ്യമായിരുന്നു. ഈ ഒരു ചെറിയ തെറ്റ് ഇതൊരു വലിയ ഉൾക്കാഴ്ചയാണ് ഹാരിസേ. എടാ ഈ ലോകത്തിലെ ഉഡായിപ്പിസ് എന്ന് പേരുള്ള ഒരേ ഒരു കമ്പനി നമ്മുടെ കമ്പനി ആയിരിക്കും. പക്ഷെ നമ്മൾ അത്രക്കാരല്ല. പക്ഷെ നമുക്ക് ചുറ്റുമുള്ളുണ്ടല്ലോ, എടാ അവരാണ് ശരിക്കും ഉഡായിപ്പിസത്തിന്റെ ആൾക്കാർ. നമുക്ക് ഒരാളെയും പറ്റിക്കാൻ പറ്റില്ല. ഒരാളുടെ വേർപ്പ് നമുക്ക് വേണ്ട. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മതിയാക്കാം. നമ്മളെ പോലുള്ളവരെല്ലാം വെറും സ്വപ്ന സഞ്ചാരികളാ. പക്ഷെ അതെല്ലാം നമുക്ക് ഇപ്പോൾ കുഴിച്ചുകൂടാം. നമ്മുടെ പ്രോജക്റ്റുകൾ, ടൂറുകൾ, കടക്കാർ, എല്ലാം 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 നമ്മുടെ അക്കൗണ്ടിൽ ഇനി എത്ര രൂപ ബാക്കിയുണ്ടാ? എനിക്ക് മനസ്സിലായി അച്ചായ, രണ്ടുപേർക്കുള്ള എയർ ടിക്കറ്റിന് തികയും. എന്റെ അനിയ, നിന്നെ എനിക്ക് അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? ഇപ്പോഴാണ് നിനക്ക് പൂർണ്ണമായിട്ട് എന്നെ മനസ്സിലായത്. ഞാൻ എന്ത് ഉത്തരം മനസ്സിൽ വിചാരിച്ചോ ആ ഉത്തരാണ് നീ ഇപ്പൊ എനിക്ക് തന്നത്. കൊള്ളാടാ, നീ അവസാനമെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ. ഹാരിസേ, നമുക്ക് എടുക്കാനുള്ളതെല്ലാം എടുക്കാം. ഹാരിസേ, ആരാ എന്റെ ആ ഫോണിൽ വിളിക്കുന്നത്? നോക്കിയേ. അച്ചായ, ദേ ആ കായ്ക്കഗ എന്ന കമ്പനിയിൽ നിന്ന് വിളിക്കുന്നു. കായ്ക്കഗയെന്നോ? ഞാൻ എടുക്കാം ഫോൺ. ഹലോ അളിയ, ഇത് ഞാനാ സണ്ണി. അളിയ, എന്റെ ഫോണിൽ ബാലൻസ് ഇല്ല. പിന്നെ അളിയ 300 പേരെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ മാനേജർ കൂടെ ഞാൻ അളിയന്റെ ഓഫീസിലേക്ക് വരികയാണ്. പിന്നെ അളിയ, കിട്ടുന്നതിന്റെ ഒരു നല്ലൊരു ലാഭം എനിക്കും കൂടെ തരണേ. ഞാൻ ഇപ്പൊ എത്തും അളിയ. ഓക്കെ. എടാ നീ എന്താ പറഞ്ഞു? ഒന്നും മനസ്സിലാവില്ല, ഒന്നും കേൾക്കാനും പറ്റുന്നില്ല. വ്യക്തമായിട്ട് പറയും. ഹലോ അളിയ, അളിയ, അളിയ. വാ ഹാരിസേ, ഈ സ്വപ്ന ലോകത്ത് നമുക്ക് എത്രയും വേഗം ഓടി രക്ഷപ്പെടാം. ബിക്കോസ് എവറിഥിങ് ഈസ് അക്കംപ്ലിഷ്ഡ്. കമോൺ, നമുക്ക് പോകാം. ഈ നാടകത്തിന്റെ പേര് ഉദയ് പി സാം കോൺട്രാക്ടിംഗ് കമ്പനി എന്ന് മാറ്റി ഉഡായിപ്പിസം കോൺട്രാക്ടിംഗ് കമ്പനി എന്ന് തിരുത്തി പറയുന്നു. ഉദയ് പി സാം കോൺട്രാക്ടിംഗ് കമ്പനി നാടകം സമാപിക്കുന്നു. നാടകരചന, സംവിധാനം എഞ്ചിനീയർ ജോജി. സംവിധാന സഹായികൾ കമീസ് മുഹമ്മദ്. ശബ്ദലേഖനം, ശബ്ദമിശ്രണം എഞ്ചിനീയർ ജോജി. ഉദയ് പി സാം കോൺട്രാക്ടിംഗ് കമ്പനി. ഉദയ് പി സാം കോൺട്രാക്ടിംഗ് കമ്പനി. ഈ നാടകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മൊണ്ടാഷ് മീഡിയ ക്ലബ്, ദോഹ, ഖത്തർ. സ്മൃതി സുഗന്ധത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മൊണ്ടാഷ് മീഡിയ ക്ലബ്, ദോഹ, ഖത്തർ അവതരിപ്പിച്ച നാടകം ഉദയ് പി സാം കോൺട്രാക്ടിംഗ് കമ്പനി. കേൾക്കാൻ കൊതിക്കുന്നതും കേട്ടാൽ മറക്കാത്തതുമായ ശബ്ദധാരാ പഥങ്ങളിലൂടെയുള്ള ശ്രാവ്യപ്രയാണം സ്മൃതി സുഗന്ധം. ഇനി അടുത്ത വെള്ളിയാഴ്ച UAE സമയം രാത്രി 11:10.